പരിശുദ്ധമായ ഇസ്ലാമിൽ സലാം പറയുന്നതിന്റെ വിധി എന്താ? നമ്മൾ എല്ലാവരും പഠിച്ചയാണ്, അത് സുന്നത്താണെന്ന്. എന്നാൽ സലാം പറയൽ നിർബന്ധമായ ഒരു വിഭാഗം നമുക്കിടയിലുണ്ട്. ആരാണവർ? നമുക്കൊന്ന് പഠിച്ചാലോ. ഒരാൾ മറ്റൊരാളോട് സലാം പറയാൻ ഏൽപ്പിച്ചാൽ ഏറ്റെടുത്ത ആൾക്ക് മറ്റേയാളോട് സലാം പോയി പറയൽ നിർബന്ധമാണ്. ഇപ്പോ ഞാൻ മദീനത്തേക്ക് പോവാണ് സിയാറത്തിന്. എന്നോട് കുറെ ആൾക്കാർ വന്ന് പറഞ്ഞു, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, ഈ ഒരു സലാമിനെ മുത്തുനബിക്കൊന്ന് പറയണേ എന്ന് പറഞ്ഞു വിട്ടാൽ, ഞാൻ അത് ഏറ്റെടുത്താൽ ഞാൻ അവിടെ പറയൽ നിർബന്ധമാണ്. അതുപോലെ ഒരു ഉമ്മ മകനോട് ഗൾഫിൽ നിൽക്കുന്ന വാപ്പാക്ക് സലാം പറയാൻ ഏൽപ്പിച്ചു. ഈ മകന് അവിടെ പോയി ഉമ്മാന്റെ സലാമിനെ ഉപ്പയോട് പറയൽ നിർബന്ധമാണ്. അസ്സലാമു അലൈക്കും എന്ന് പറയില്ലേ, അല്ലാതെ എന്റെ സലാം അറിയിക്കണേ അങ്ങനെയല്ല. സലാമിനെ പറഞ്ഞിട്ട് തന്നെ ചെയ്യലാണ് ഏറ്റവും ഉത്തമം. റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞു വിടുമ്പോഴും ആ സലാമിനെ നല്ല മനോഹരമായി പറഞ്ഞു തന്നെ ഏൽപ്പിക്കലാണ് ഏറ്റവും ഹൈറ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഈ ഒരു ഇൽമിനെ മുമ്പ് അറിയാമായിരുന്നോ? അറിയാമെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ കമന്റുകൾ നിറയട്ടെ ഇൻഷാ അല്ലാഹ്.